നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിൽ ജോയ്സ് ജോർജ് തന്റെയും ഭാര്യ അനൂപയുടെയും പേരിൽ കാണിച്ച 8 ഏക്കർ ഭൂമിയുടെ ഉടമാവകാശമാണ് വിവാദമായിരിക്കുന്നത്. ഇടുക്കി വട്ടവട പഞ്ചായത്തിലെ കൊട്ടകമ്പൂർ വില്ലേജ് 58-ാം ബ്ലോക്കിൽ ഉൾപ്പെട്ട ഈ ഭൂമി 25 വർഷമായി തങ്ങൾ കൈവശം വെക്കുന്നതാണെന്നും പട്ടയം നൽകണം എന്നും കാണിച്ച് കൊട്ടകമ്പൂർ സ്വദേശികളായ 6 പേർ 2000 ഒക്ടോബറിൽ അപേക്ഷ നൽകി. ഒരാൾക്ക് 4 ഏക്കർ 24 സെന്റ് സ്ഥലത്തിനാണ് അപേക്ഷ നൽകിയത്. തുടർന്ന് 2001 സെപ്റ്റംബർ 7-ന് ദേവികുളം തഹസിൽദാർ ഇവർക്ക് പട്ടയം അനുവദിച്ചു. അന്നുതന്നെ 6 പേരും പണമടച്ചു. ആയിരക്കണക്കിന് ആളുകൾ പട്ടയത്തിനായി കാത്തിരിക്കുന്ന ജില്ലയിൽ അവിശ്വസനീയമായ വേഗത്തിലാണ് ഇതിന്റെ നടപടികൾ പൂർത്തിയാക്കിയത്. 2001 ഒക്ടോബർ 23-ന് ജോയ്സ് ജോർജിന്റെ പിതാവ് ജോർജ് പാലിയത്ത് ഈ 6 പേരിൽ നിന്നും പവർ ഓഫ് അറ്റോർണിയായി സ്ഥലം എഴുതി വാങ്ങി. 2005-ൽ ഈ ഭൂമി ജോയ്സ് ജോർജിനും സഹോദരങ്ങൾക്കും കൈമാറി. എന്നാൽ ആരോപണങ്ങളോട് ജോയ്സ് ജോർജിന്റെ പ്രതികരണം ഇതായിരുന്നു. സ്വാഭാവികമായും ദുരൂഹതയുണ്ട് എന്ന ആരോപണം എനിക്കെതിരെ വന്നതുകൊണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്ന് ഉത്തരവാദിത്തപ്പെട്ടവരോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. പട്ടയങ്ങളിലും പവർ ഓഫ് അറ്റോർണിയിലുമുള്ള ഒപ്പുകളിലും വൈരുദ്ധ്യം പ്രകടമാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ ഈ സ്ഥലം സ്വയമാർജിതമാണെന്ന് പറയുകയും ചെയ്യുന്നു. പിന്നീട് മാധ്യമങ്ങളോട് പിതാവ് നൽകിയതാണെന്നും പറഞ്ഞു. പ്രശ്നത്തിൽ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകുമെന്ന് DCC പ്രസിഡന്റ് റോയി കെ പൗലൂസ് വ്യക്തമാക്കി. ഈ കാര്യത്തിൽ ജനങ്ങൾക്കിടയിലുണ്ടായിട്ടുള്ള സംശയങ്ങൾ, ഇതിന്റെ ദുരൂഹതകൾ അത് മാറ്റേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് അടിയന്തരമായിട്ട് അന്വേഷണം വേണം എന്ന് പാർട്ടി ആവശ്യം. ഏതായാലും ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ് ജില്ലാ ഭരണകൂടവും ഇരുമുന്നണികളും. മീഡിയ 1 ഇടുക്കി.